അതെ, റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നടപടിയെടുക്കും. ടൂറിസം സെക്രട്ടറി അതിനെക്കുറിച്ച് പരിശോധിക്കും. യഥാർത്ഥത്തിൽ നേരത്തെ ചൂണ്ടിക്കാട്ടിയതാണ്, ഏത് സർക്കാർ ഭരിക്കുമ്പോഴും പുതിയ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യപ്പെടാറുണ്ട്, നിലവിലുള്ള പദ്ധതി നവീകരിക്കപ്പെടാറുണ്ട്. നവീകരിക്കപ്പെട്ട പദ്ധതി തന്നെ വീണ്ടും കാലത്തിനനുസരിച്ച് നവീകരിക്കാറുണ്ട്. ഇവിടെ നേരത്തെ UDF ഭരിച്ചിരുന്ന സമയത്ത് ഒരു പദ്ധതി നവീകരിച്ചതാണ്. പിന്നീട് ഈ ഗവൺമെൻറ് വന്നപ്പോൾ 2022 കൂടുതൽ ഫണ്ട് ചെലവഴിച്ച് ആ പദ്ധതി നവീകരിച്ചു. പിന്നെ ഇപ്പോൾ 3 വർഷം കഴിഞ്ഞിട്ടാണ് ഈ വിവാദം വരുമ്പോഴാണ് ഈ വിഷയം ശ്രദ്ധയപ്പെടുന്നത്. നിങ്ങളും ഇപ്പോഴാണല്ലോ ശ്രദ്ധയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ തന്നെ വിഷയം വന്ന ഉടനെ തന്നെ ഇതെന്താണ് എന്ന് അന്വേഷിച്ച് നടപടിയെടുക്കണമെന്ന്, എന്താണ് വന്നിട്ടുള്ള സംഭവം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഏത് ഭരണാധികാരി ആയിക്കൊള്ളട്ടെ, ഏത് സർക്കാർ ആയിക്കൊള്ളട്ടെ, ഒരു പദ്ധതി ആരംഭിക്കുന്നതോ ഒരു പദ്ധതി നവീകരിക്കുന്നതോ മോശം കാര്യമായിട്ടല്ല, നല്ല കാര്യമായിട്ടാണ് കരുതുന്നത്. അതിൻ്റെ ഭാഗമായി അത്തരത്തിൽ മുൻകാലങ്ങളിലെ പദ്ധതികൾ നവീകരിക്കപ്പെട്ടതിൻ്റെ എന്തെങ്കിലും അടയാളങ്ങൾ എടുത്തു മാറ്റുന്ന രീതി ഒരു തരത്തിൽ യോജിക്കാവുന്നതല്ല. അങ്ങനെ ഒരാവശ്യമില്ലല്ലോ, അതിൻ്റെ ഒരു ആവശ്യമില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത് സ്വാഭാവികമായിട്ടും പരിശോധിക്കാം. അല്ലാതെ റിപ്പോർട്ട് കൂടി വന്നിട്ട് പരിശോധിക്കാവുന്നതാണ്. സാധാരണ കേസിൽ ഇങ്ങനെ നവീകരണം നടക്കുമ്പോൾ ഒരു കാലത്ത് നവീകരിച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ കല്ല് അടുത്ത നവീകരണം വരുമ്പോൾ അത് വേറെ ഭാഗത്ത് വെക്കാം. അവിടെ അതിന് ഒരുപാട് സ്ഥലമുണ്ട്. പിന്നെ എന്താണിത് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളത് അറിയില്ല. എന്തായാലും അത് പരിശോധിക്കാവുന്നതാണ്. അത് പരിശോധിച്ച് മുന്നോട്ട് പോകാം. എന്നാൽ അതും സംസ്ഥാന സർക്കാരിനെതിരെ തിരിക്കാൻ വേണ്ടി നടത്തിയ ശ്രമം, അത് ഒരു നിലവാര തകർച്ചയുടെ കൂടി ഭാഗമായിട്ടാണ് കാണേണ്ടത്. ഇങ്ങനെയല്ല നമ്മൾ രാഷ്ട്രീയ വിഷയങ്ങളിൽ നിലപാട് സ്വീകരിക്കണം. സർക്കാർ അതിലെന്ത് സമീപനം എടുത്തു? സർക്കാർ അതിലെടുത്തിട്ടുള്ള സമീപനം ശരിയായ സമീപനമാണ്. അത് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞു. അത് എങ്ങനെ, ആരാണ്, എന്താണ്, എങ്ങനെയാണ് മാറ്റിയതെന്ന് പറയാൻ വേണ്ടി പറഞ്ഞു. ഇങ്ങനെയൊക്കെ സർക്കാർ സമീപനം സ്വീകരിക്കുകയാണ്. അതുമാത്രമല്ല, അത് പുനഃസ്ഥാപിക്കണം എന്നും പ്രത്യേകം പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെയൊരു സമീപനം മന്ത്രിയും സർക്കാരും ഒക്കെ സ്വീകരിച്ചിട്ടും ഇതിനെ ഒരു രാഷ്ട്രീയ വിഷയമാക്കി സർക്കാരിനെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്നതിനെ ജനങ്ങൾ എങ്ങനെയാണ് കാണുക എന്നുള്ളത് നമ്മൾ സ്വയം പരിശോധിച്ചാൽ മതി. സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ കൂടുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇന്നലെ തന്നെ 2 പേരാണ് തൃശ്ശൂരും കോഴിക്കോടുമായിട്ട് ബസ് ഇടിച്ച് മരിച്ചത്. ഇന്ന് പേരാമ്പ്രയിൽ നാട്ടുകാരിറങ്ങി ബസ് തടയുന്ന അവസ്ഥയിലേക്ക് എത്തി. എന്താണ് അതിനകത്ത് സർക്കാർ ചെയ്യാൻ പറ്റുന്നത്? അല്ല, പൊതുവേ സ്വകാര്യ ബസ്സുകളുടെ വേഗത, ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ തന്നെ നേരത്തെ ചർച്ച ചെയ്തതാണ്. റോഡുകളുടെ കാര്യമാണെങ്കിൽ റോഡുകൾ നല്ല നിലയിൽ പരിപാലിക്കണമെന്നുള്ള അതിൻ്റെ ഭാഗമായി വളരെ നേരത്തെ തന്നെ തയ്യാറെടുപ്പുകൾ എടുത്ത് അതാത് ജില്ലകളിൽ ഉദ്യോഗസ്ഥർക്ക് ചുമതല നൽകി മുന്നോട്ട് പോകുന്നതാണ്. എവിടെയെങ്കിലും അതിൻ്റെ ഭാഗമായി പാളിച്ചയുണ്ടെങ്കിൽ ഏത് പരാതി വന്നാലും ആ പരാതി സ്വീകരിച്ച് ആ പരാതിയിൽ തെറ്റ് കണ്ടാൽ നടപടിയെടുത്തു പോകുന്നൊരു സമീപനമാണ് പൊതുവേ സർക്കാരിനുള്ളത്. മിനിസ്റ്റർ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു നമ്മുടെ ഈ കോഴിക്കോട് വടകര റൂട്ടിലെ പ്രശ്നം. അവിടെ ഭയങ്കര പ്രശ്നമാണ്. അതിൻ്റെ ഭാഗമായി ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കേരളത്തിലെ തലവനെ തന്നെ വിളിച്ചു വരുത്തി വളരെ ഗൗരവമായി അത് പരിഹരിക്കാൻ വേണ്ടി പറഞ്ഞു. ജില്ലാ കലക്ടറെ പ്രത്യേക നിർദ്ദേശം നൽകിയൊരു യോഗം നടത്തി അത് പരിഹരിക്കാനുള്ള ഇടപെടൽ നടത്താൻ പറഞ്ഞു. ഇതിനു പുറമെ എല്ലാ മാസാവസാനത്തെ ശനിയാഴ്ചയും നടക്കുന്ന ഡിസ്ട്രിക്ട് ഡെവലപ്മെൻറ്റ് കമ്മിറ്റി DDC, കലക്ടർ ചെയർമാനായ DDCയിൽ ഈ ജില്ലയിലെ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ എല്ലാ MLAമാരും ഉണ്ടായിരുന്നു. ഈ വിഷയം ആദ്യം തന്നെ എടുത്തൊരു അജണ്ടയാക്കി ചർച്ച ചെയ്ത് പരിഹാരം കാണാൻ ഇടപെടാൻ പറഞ്ഞിരുന്നു. മിനിസ്റ്റർ, ഈ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പണം പിരിക്കാൻ വേണ്ടി ഒരു ആപ്പ് പുറത്തിറക്കിയിരുന്നു. ആ ആപ്പിൽ അടിമുടി ദുരൂഹതയാണ്. പണം എവിടെ പോയി, എന്തായി എന്നുള്ളതൊന്നും കാണാൻ കഴിയുന്നില്ല, വാർത്തകൾ പുറത്തുന്ന സാഹചര്യമുണ്ട്. അതിനെങ്ങനെയാണ് കാണുന്നത്? അല്ല, അത് പൊതുവേ കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ മറുപടി പറയേണ്ട കാര്യമാണ്. ഞാനിപ്പോൾ അതിൽ കൂടുതൽ പറയാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ചൂരൽമല ദുരന്തത്തിൻ്റെ ഭാഗമായുള്ള പുനരധിവാസം എല്ലാവരും യോജിച്ചു നിന്ന് നടത്തേണ്ടതാണെന്ന് വളരെ നേരത്തെ തന്നെ
മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയതാണ്. അതിൻ്റെ ഭാഗമായി എല്ലാവരും യോജിച്ച് ഇതിൽ നിലകൊള്ളണമെന്നുള്ളതാണ് സർക്കാരിൻ്റെ സമീപനം.